ലബനൻ നഗരങ്ങളായ ബെയ്റൂട്ടിലും പരിസര പ്രദേശങ്ങളിലും സ്ഫോടനം 3 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റെന്നും ഹിസ്ബുള്ള ആരോപിക്കുന്നു. ആക്രമണത്തിൽ ഇസ്രായേലിന് നേരിട്ട് പങ്കില്ലെന്ന നിലപാടിലാണ് ഹിസ്ബുള്ള മുന്നോട്ട് വയ്ക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഐസൻ ജോസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. ഐസൻ, ഒരുപക്ഷെ വളരെ വലിയൊരു സ്ഫോടനം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. 500-ലധികം പേർക്ക് പരിക്കേറ്റതായും ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 200-ലേറെ പേർക്ക് പരിക്കേറ്റു എന്നാണ് ലെബനൻ അധികാരികൾ തന്നെ പറയുന്നത്. മാത്രമല്ല, നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതിൽ നിന്നും മറ്റൊരു വാർത്താ സംഭവ വികാസം കൂടി ഇപ്പോൾ ഉണ്ടാകുന്നത് ഈ ആക്രമണത്തിൽ ഇസ്രായേലിന് പങ്കുണ്ട് എന്ന നിലപാടിലേക്ക് ഹിസ്ബുള്ള എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ചില ലെബനൻ രാഷ്ട്ര സംവിധാനങ്ങളും ചില രീതിയിലുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 8 പേരുടെ മരണം നടന്നു എന്നാണ് ഇതുവരെ നമുക്ക് ലഭ്യമാകുന്ന കണക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 200-ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ നിരവധി പേർക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും നേരത്തെ, അതായത് അല്പസമയം മുമ്പ് വരെ വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഉടൻ പുറത്തുവരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ഇതിന് പിന്നിൽ ഈ പേജറുകൾ പൊട്ടിത്തെറിച്ച ഒരു സാഹചര്യം ഉണ്ടായതിന് പിന്നിൽ ഇസ്രായേലിന്റെ കൈയുണ്ട് എന്നൊരു ആരോപണം ലെബനന്റെ ഭാഗത്തു നിന്നും, അതുപോലെ തന്നെ ലെബനൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകരപ്രസ്ഥാനമായ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇസ്രായേലിനെതിരെ തുടർച്ചയായി ആക്രമണം നടത്തിയ പശ്ചാത്തലത്തിൽ ശക്തമായ തിരിച്ചടി നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നേരത്തെ തന്നെ. അത് ഹമാസിലെല്ലാം തന്നെ കാര്യമായി അത്തരത്തിലുള്ള തിരിച്ചടി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് ഈ ആക്രമണം സംബന്ധിച്ച് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നോ പ്രതിരോധ സേനയുടെ ഭാഗത്തു നിന്നോ യാതൊരു അവകാശവാദങ്ങളോ അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കലോ ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, ഇതേ സംബന്ധിച്ച് മറ്റൊരു കമന്റുകളും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വിഷയം സങ്കീർണതയിലേക്ക് നീങ്ങാനുള്ള സാധ്യത തുറന്നു കിട്ടുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ പശ്ചിമേഷ്യയിലെ സമാധാന നീക്കങ്ങൾക്ക് വലിയൊരു ആഘാതം തന്നെയായിരിക്കും ഈ സംഭവം സമ്മാനിക്കുക, അല്ലെങ്കിൽ അതിനായിരിക്കും വഴിവെക്കുക എന്ന കാര്യത്തിലും തർക്കമില്ല. വിഷ്ണു. ഐസൻ, അതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരു വലിയൊരു സ്ഫോടനം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുന്നു, നിരവധി പേർ മരണത്തിന് കീഴടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഈ ഒരു സ്ഫോടനങ്ങളിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്ഫോടനത്തിൻ്റെ രീതി തന്നെ വ്യത്യസ്തമാണ്. നമുക്കറിയാം, ഈ കമ്മ്യൂണിക്കേഷൻ ഡിവൈസായ പേജറാണ് പൊട്ടിത്തെറിച്ച ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ കൃത്യമായൊരു ആസൂത്രണ രീതി, ഒരു പ്രത്യേക രീതി, ആസൂത്രിത സ്വഭാവം തന്നെ ഈ ഒരു സ്ഫോടനങ്ങൾക്ക് പിന്നിൽ ഉണ്ടെന്ന് വേണ്ടേ കരുതാൻ? തീർച്ചയായും അത്തരത്തിലൊരു സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം നമുക്കറിയാവുന്നതാണ്, ഭാരതത്തിൽ നിരവധി വർഷം മുമ്പ്, അല്ലെങ്കിൽ 10-20 വർഷം മുമ്പ് പ്രചാരത്തിലിരുന്നിരുന്ന SMS സംവിധാനങ്ങൾക്ക് സമാനമായ ഒരു ചെറിയ വാർത്താവിനിമയ സംവിധാനമാണ് പേജറുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ളൊരു പേജർ പൊട്ടിത്തെറിക്കുന്നു, അല്ലെങ്കിൽ അത് ഇത്രയും മാരകമായി പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുവെങ്കിൽ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹത തള്ളിക്കളയാനാവില്ല എന്ന നിലപാട് തന്നെയാണ് അവർ അറിയിക്കുന്നത്. എന്നാൽ ഇത് ഏത് രീതിയിലുള്ള ഉപകരണമാണ്, അതായത് സിവിൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളാണോ, അല്ലെങ്കിൽ അതിശക്തമായ ബാറ്ററിയുടെ പിന്തുണയോടെ, അല്ലെങ്കിൽ ബാറ്ററി ബാക്കപ്പോടെയൊക്കെ പ്രവർത്തിക്കുന്ന ഇത്തരം കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകളാണോ എന്നത് സംബന്ധിച്ച് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ, അതായത് രണ്ടാമത്തെ ഇനമായ വലിയ സൈന്യത്തിനും അതുപോലെ തന്നെ മറ്റു രക്ഷാപ്രവർത്തനങ്ങളിലെല്ലാം ഉപയോഗിക്കുന്ന കുറെ കൂടെ സങ്കീർണമായ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്ന ഈ ഇത്തരം കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്താവിനിമയ ഉപകരണങ്ങളാണെങ്കിൽ അത് ശക്തമായ സ്ഫോടനത്തിന് വഴിവെക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത്തരത്തിലൊരു സാഹചര്യമാണോ ഉണ്ടായിരിക്കുന്നതെന്ന് സംബന്ധിച്ച് വ്യക്തതയില്ലാത്തൊരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇതിനെ അനുകൂലമായി ചിന്തിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ഇസ്രായേൽ ഇലക്ട്രോണിക് ഡിവൈസുകളുടെ കാര്യത്തിൽ വൻ മുന്നേറ്റം നടത്തിയ ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു രാജ്യത്തിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അത് ഏത് രീതിയിലുള്ള ഇലക്ട്രോണിക് വാർഫെയർ അല്ലെങ്കിൽ അഡ്വാൻസ് ഇലക്ട്രോണിക് വാർഫെയറിലേക്കാണോ നീങ്ങുന്നത് എന്നത് സംബന്ധിച്ചൊക്കെ ചർച്ചകൾ തുടരുന്നുണ്ട്. എന്ത് തന്നെയായാലും പൊട്ടിത്തെറിച്ചിരിക്കുന്നു, അത്തരത്തിൽ മരണം സംഭവിക്കുന്നു, അത് മാരകമായ ആഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മരണത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 200-ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ നിരവധി പേരുടെ പരിക്ക് ഗുരുതരമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിനകത്ത് മറ്റ് സംവിധാനങ്ങൾ, എക്സ്പ്ലോസീവ് ഡിവൈസസ് ഉപയോഗിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മാരകമായി മുറിവേൽപ്പിക്കുന്നതിനുള്ള ലോഹച്ചീടുകൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം. അത്തരത്തിലൊരു ബോംബിന്റെ സ്വഭാവത്തോടെ ഇത് നിർമ്മിച്ചിട്ടുണ്ടാകാം എന്ന സംശയമെല്ലാം തന്നെ ബാലിസ്റ്റിക് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്ന് തന്നെയായാലും അത്തരമൊരു സാഹചര്യം ഉണ്ടെന്ന് സംബന്ധിച്ച് ഔദ്യോഗികമായ യാതൊരു അറിയിപ്പുകളും ഇതുവരെ വരാതിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ഗൂഢാലോചന ഇതിനു പിന്നിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ നിലവിലെ സാഹചര്യങ്ങൾ കൊണ്ട് സാധ്യമാകില്ല. എങ്കിലും ഗൂഢാലോചനയുണ്ട് എന്ന നിലപാടിലാണ് ലെബനൻ അധികൃതരും അതുപോലെ തന്നെ ഹിസ്ബുള്ളയും ഇപ്പോൾ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നത്. വിഷ്ണു. ഐസനാണ് വിവരങ്ങൾ നൽകിയത്.